പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മോഹമായി. കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മോഹമായി. കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കൊടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ, കര
കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. പോകുന്നു ഞാൻ. നുകർന്നുത്ഥാനത്തിൻ ശരണം തന്നവനാമുയിരിൻ നാഥൻ ധന്യൻ. സീനായി
ഭീകരമാം വിധിയോടതിവേദനയും നരകവുമേൽക്കരുതേ നാഥാദാസൻ. തിരുനാമം തള്ളാത്തോനാമിവനെ നരകത്തിൽ തള്ളിയിടരുതേ നാഥ. പ്രാർത്ഥനയിൽ മേന്മേൽ എന്നെ ഓർപ്പിൻ. എന്നെ മറന്നിടാൻ ഇടയാകരുതേ. പരിശുദ്ധന്മാരുത്തിവനേ ഏതൻ പറുദീസിൽ പന്തി കേറ്റിയിടേണം. വിമലന്മാരും
സഹനങ്ങളെ ഓർത്തെന്നും ഈശോയുടെ അതിദാരുണമാം സഹനങ്ങളെ ഓർത്തെന്നും ഈശോയുടെ അതിദാരുണമാം സഹനങ്ങളെ ഓർത്തെന്നും ഈശോയുടെ അതിദാരുണമാം സഹനങ്ങളെ ഓർത്തെന്നും ഈശോയുടെ അതിദാരുണമാം സഹനങ്ങളെ ഓർത്തെന്നും Now
ഈശോയുടെ അതിദാരുണമാ ഈ പ്രാർത്ഥന ആത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ പോലെ നമ്മുടെ കടങ്ങളെ ഞങ്ങളെ പിള്ളാരുടെ ഇഷ്ടാനുവീനം രക്ഷിക്കണമേ. രാജ്യശിരിയും മഹത്വവും നീക്കുമകടേതാവുന്നു. കർത്താവേ, നിങ്ങൾ ആരാധിക്കുന്നതിന് കാരണത്തെ പോഴത്തെ മഹനീയമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്നുള്ള ആകാശത്തിന്റെ ഭൂമിയുടെ രാജാവും ജീവന്റെയും മരണത്തിന്റെ നാഥനുമാണ് പിതാവും ശുദ്ധാത്മാവുമായ സർവേശ്വരായ മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ ഞങ്ങളുടെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടി തുല്യമാകുന്നു. വയലിൽ പുഷ്പം പോലെ വിരിയുന്നു. കാത്തിരിക്കുമ്പോൾ വാരി പോവുകയും ചെയ്യുന്നു. അതിരുന്ന സ്ഥലവും അക്കാരമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നോന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കുന്നു. പരിശുദ്ധാത്മാവിനും സ്തുതി. മണ്ണിൽ നിന്ന് മാതൃയെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നയിക്കും. എന്റെ ദിവസത്തിന്റെ പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്ന തിരുനാമത്തിന് സ്തുതി. ദിവസത്തെ പരിമിതങ്ങളാകുന്നു. ജീവിതം എത്ര സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൊടുക്കുന്നു. ആർക്കു വേണ്ടിയാണോ അറിയുന്നില്ല. എല്ലാവർക്കും ഇവിടെ നിന്ന് എന്നെ രക്ഷിക്കണമേ. ആവിനും സ്ത്രീ ആദ്യമേ എന്റെ ദിവസങ്ങളുടെ പരിമിതങ്ങളാകുന്നു. മരിച്ചിലെ ഉയർപ്പിക്കുന്ന തിരുനാമം സ്ത്രീ എന്ന് പ്രാർത്ഥിക്കാൻ സമാധാനം നമ്മുടെ കൂടെ. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം നിശിക കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവനോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസന് വരമിന്നരുടേണം. കർത്താവിനും ചെറുക്കനുമാകുന്നു. ആദിപിതാവാദത്തെ
സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ, ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനകൃത വിശ്വാസനാകുന്നു, വിലപിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും അനുജന് ഞാൻ അന്തിമ ദിവസം ഉയർത്തേകും. വിജ്ഞാനം പ്രസംഗിക്കുന്നു, പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യത പുണരുന്നു, ക്ഷയമുള്ള രക്ഷനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. വാഴ്ത്തി പാടി നമിക്കുന്നേ വിശ്വത്തിന്റെ പിതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുവിടം ചേർക്കണമെന്നെയും അഖിലേശ. വിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ലവരത്തു വലം പാകെ നൽകണമേ നിത്യായുസിൻ പരമോന്നതമാം പരിവേഷം. വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം. സഹോദരരെ, മരിച്ചവരുടെ പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റുവെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമന്ത്രിയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരുടെ കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിൻ്റെ കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകൾ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന എന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. യുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്തവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായ നമ്മൾ പറയുന്നു. അതിജീവിതനാവുകയില്ല, മരണജീവനിലെ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായ നമ്മൾ പറയുന്നു, മരിച്ചവ ദൈവത്തിന് ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവ ജീവിക്കുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞതുകൊണ്ട് ആ ജീവന്റെ അവരുടെ വികാരപുത്രനെ ജീവന്റെ ഉറവിടമാക്കി സംശുദ്ധനായിരുന്നു വിധികർത്താവാൻ അധികാരവും കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ടതുകൊണ്ടാൽ കല്ലറിവുള്ളവർ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർത്തിൽ നിന്ന് ചെയ്തവർ വിധിയുടെ ഉയർന്നവായും പുറത്തു വരും. നമുക്കെല്ലാവർക്കും ദാതന ഭക്തരും കൂടെ എന്ന് കർത്താവ് ആത്മാവിനോട് കരുണ തോന്നുമെന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ ശ്രദ്ധ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതിനെ കൃപയാൽ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകത്ത് പുറപ്പെടുന്ന ആത്മാവിനെ നിത്യാന്തവും സൂക്ഷ്മത്തിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധം അറിഞ്ഞുവയ്ക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാവുത്താൽ നിരമൂലമല കുഞ്ഞിന് രക്ഷിച്ച ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവത്താനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിന്റെ പ്രഭയാൽ ഈ ആത്മനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിനെ ആശ്വസിക്കാൻ വേണ്ടി ലാസലമ ദേശം ഇടനിർച്ചുന്ന മിശിഹായെ കരയുന്നവരെ കണ്ണു കൊടുക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധി ഭാഗങ്ങൾ പൊറുക്കുന്ന മിശിഹന്റെ ദാസന്റെ ഭാഗങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
മൃതദേഹങ്ങൾ തന്നെ ദൈവത്തിന്റെ വർത്തമാനം അവിടെ നീക്കുന്നവരെയും മരിച്ചവരെയും ചെയ്യുക. കർത്താവേ, അങ്ങയുടെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും അങ്ങയുടെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. അങ്ങയുടെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും ആകാശത്തിലും ഭൂമിയിലും സുന്ദരനാകുന്നു. അങ്ങനെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഓർക്കുക മർത്യാനി, ചൊല്ലുക മർത്യാ നീ എന്തിനു കരയുന്നു, വ്യാകുലമാനസനായി എന്തിനു നീറുന്നു. തിരമാലകളാൽ തിങ്ങിമറി ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാൾ ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു എൻ്റെ ഓട്ടം പൂർത്തിയാക്കി എൻ്റെ വിശ്വാസം സംരക്ഷിച്ചു. അതിനാ നീതിരനായ കർത്താവ് ഈ ദിവസം നീതിരുമണി എണീക്കുമാറാകട്ടെ. അടുത്ത പ്രാർത്ഥനാഗ്രഹത്തിൻ്റെ സമയത്ത് കുടുംബാംഗങ്ങൾക്ക് ശാന്തിരിക്കാരാധിക്കണമെങ്കിൽ വളരെ അടുത്ത വീട്ടുകാർ മാത്രം കുടുംബാംഗങ്ങൾക്ക് അല്ലാത്തൊരു പള്ളിയിൽ പോകാനായിട്ട് എത്ര പേര് സഹോദരി, ഞാൻ നമ്മുടെ യാത്ര പറയുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയലിക്കാൻ നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദ നുകരുവിടത്തിൽ പോകുന്നു ഞാൻ. നാട്ടിൽ അണയട്ടെ ഞാൻ അന്തിമയാത്ര എന്നുവെന്നേക്കോ സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്ര ഇതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ ലോക സൃഷ്ടിക്ക് മുൻപ് തന്നെയുള്ളവൻ, ദൃശ്യാദൃശ്യങ്ങൾ സകലം തീർത്തോനേ നാഥാ സകലേശ. നിൻ സാദൃശ്യത്തിൽ തീർത്തോരെന്നുടമേൽ കൃപ നീ ചിന്തണമേ. ആദ്യം മുതൽ അന്ത്യം വരെയുള്ളവയെല്ലാം എല്ലാം അറിയുന്നു ദൈവം മനുജന്റെ ഗൂഢവികാരങ്ങൾ. വാക്കും ചെയ്തികളും നിഖിലം മറയെന്നെ തെളിവായി കാണുന്നു. ഹൃദയങ്ങൾ നീ പരിശോധിക്കുന്നു,
കുടമായി നിൻ മുൻപിൽ കണ്ടു ഭുവനത്തിൻ തിന്മകളെല്ലാം നീ. പെരുകി പാപങ്ങൾ ഫലമായി പീഡകളും തിങ്ങി നിറഞ്ഞല്ലോ. കോപത്തിൽ ഞങ്ങളെ ശിക്ഷിക്കരുതേ, ജനനം മുതലെന്നും മനുജൻ പാപത്തിൻ വഴിയിൽ ചായുന്നു. കോപം കലരാതെ നാഥാ കനിവോടെ തൃക്കൻ പാക്കണമേ. കണ്ണുനീരുകൊണ്ടെന്റെ കടക്ക ഞാൻ നനച്ചു. നാഥാ പാപിനിയാം മറിയം മിഴിനീരിൽ പാദം കഴുകുമ്പോൾ ഹൃദയം തരളിതമായി സഹതാപാകുലമായി ഉറുതിയവൾ കരുളി. കർത്താവേ കാരുണ്യം വർഷിക്കണമേ, പശ്ചാത്താപത്താലൊഴുകുന്നെൻ കണ്ണീർ കണ്ടു കനിഞ്ഞാലും ദൈവാനുഗ്രഹവും കൃപയും ചിരമെന്നിൽ ചൊരിയണമഖിലേശാ. നീ എന്നെ സൃഷ്ടിച്ച് എന്റെ മേൽ കൈകൾ വച്ചു. തീർത്തു പൊടിയിൽ നിന്നാദാമിനെ ദൈവം ചേർത്തു ജീവനത്തിൽ. സ്തുതി തൻ ഗീതങ്ങൾ നിയതം പാടിടുവാൻ നാവുമന്നേകി. വലിയവരും ചെറിയവരും അനുതാപാകുലരായണയും പാപികളെ കൈക്കൊള്ളൂ ദൈവം. പശ്ചാത്താപത്തിൻ കണ്ണീർ ചിന്തുക നാം, ദൈവം കൃപ ചെയ്യും. രക്ഷകനായ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. നരനീ ലോകത്തിൽ ദൈവം തുണയാകാതൊന്നും കഴിവില്ല. നാഥാ ദുർബലരാം ഞങ്ങൾ കവചതകൾ തീർക്കണമനുനിമിഷം. നിനക്കു ഞാൻ അഭിവാദനമർപ്പിക്കുന്നു. സ്വസ്തി ദാവീദിൻ പുത്രി മാലാഖ മറിയത്തോടരുളി. കന്യാമാതാവേ സെഹിയോൻ പുത്രി നിൻ ധന്യത നിസ്തുലമാ. കർത്താവിനെ പ്രാർത്ഥിച്ചു ശക്തരാകുവിൻ. നിറയും മോദമുടെ വാനിൽ വാണരുളും പരിശുദ്ധന്മാരെ. കൃപയും മോചനവും ഞങ്ങൾ നേടിടുവാൻ നിതരാം പ്രാർത്ഥിപ്പിൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ജീവിതം നിന്റെ മുൻപിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീയല്ലാതെ ആരെനിക്ക് ആശ്രയം? എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയും നീശോ മൃതരാമഖിലർക്കും ജീവനും അതുപോൽ ശരണവുമരുളീടാൻ. കർത്താവിനെ ഞാൻ നിരന്തരം പ്രകീർത്തിക്കും. മൃതിയാൽ തന്നെ മൃതിയുടെ കൈപ്പെല്ലാം കഴുകിയ നാഥ നിന്നെ നമിക്കുന്നേ.
അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, മൃതരുടനെഴുന്നേൽക്കും. അവന്റെ നാമമെന്നും ധന്യമാകുന്നു. മൃതിയെ മുറപോൽ നാഥനയയ്ക്കുന്നു. ദുഷ്ടനുമിളയിൽ ശിഷ്ടനും ഒരുപോലെ. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവൻ അവസാനം വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീ എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ കൈകൾ വെച്ചു. ധൂളിയിൽ നിന്നും ജന്മമെനിക്കേകി. നിന്നെ നമിക്കാൻ നൽകണമുത്ഥാനം. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു. മേഘത്തേരിൽ നാഥനെഴുന്നള്ളും. മൃതരെ വിളിക്കും, ജീവനവർക്കേകും. വിശുദ്ധർക്ക് പ്രകാശമുദിച്ചു. കനകപ്രഭയിൽ കബറിടമൊളി ചിന്നും. അതിലുള്ളവരോ നാഥനു പുകഴ് പാടും. ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയരുതകിലേശൻ പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താതനുമേവം സുതനും റൂഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങളണയ്ക്കുന്നു. ആദിമുതൽ എന്നേക്കും ഈശോനാഥ, മരണവുമുയരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. സത്യവിശ്വാസത്തോടുകൂടെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇവരെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുവാനാകട്ടെ. ആമേൻ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹ അവരോടുകൂടെ ഇയാളെയും തന്റെ വലത്ത് ഭാഗത്ത് നിർത്തുമാറാകട്ടെ. ആമേൻ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിളയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമുടെ വില. അവനത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയും നീശോധരാമതിലത്തും ജീവനം അതുപോൽ അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ പ്രിയരെ നിങ്ങൾ
ഈശോനാഥ മരണമുയരുന്നേ കൈകളിലല്ലോ വിജ്ഞാപിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സത്യവിശ്വാസത്തോടെ ലോകം വിട്ടു പോലെയുള്ള സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലം സത്യത്തിനാ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർത്തുകയും നല്ലവർക്ക് സർവഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ അനുഗ്രഹത്താൽ മാതാവായ കാമത്തിന്റെ പ്രാർത്ഥനയാൽ ിന്റെ പക്ഷപാതം നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകം ദേവിയാളുടെ പേരിടുകയും തെരഞ്ഞെടുപ്പുകാരെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ചു കഴിയുന്നവരെ മരിച്ചവരെ അർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. കർത്താവേ, നിന്റെ വൈരമായ പരിപാലനങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ട് നാഥീകളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിക്കുകയും ചെയ്യുന്നു. ഉദ്ധാരത്തിൽ ശരീരങ്ങളുടെ നിയമത്വണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ നീക്കും. ദൈവത്തിന്റെ ഫലമേ ഞങ്ങളുടെ യാത്ര പറയുന്നു. മാനദീസാവിനെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു പ്രകാശങ്ങളാൽ എന്റെ ആത്മാവിൽ കൃപാകരം പുറപ്പെട്ട ദേവതയെ ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരമായ പുരോഹിതരെ ദീപകങ്ങളാൽ എന്റെ ആത്മാന പോഷണനിലയോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങൾ നടന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം നിങ്ങളോട് ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരനെ നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്യണമോ. വാഴ്ത്തപ്പെട്ടവനാകട്ടെ. മൃതിയുടെ കൊടുതാം കോട്ടകളെല്ലാം തട്ടി നിരത്തി നാഥൻ നവമായി ഉദാരത്തിൻ പാത തുറന്നു. ആകാശത്തിൽ ദൂതന്മാരും ധരമേന്മരും അക്ഷമരായും ആഗമദിവസം പാർത്തു കഴിപ്പൂ. പ്രതിഫലമേകാൻ എത്തും ദിവസം വേഗം പുലരാൻ പ്രത്യഗണങ്ങൾ നോക്കിയിരിപ്പൂ. മണവാളൻ വന്നെത്തും നേരം മണവറ ചേരാൻ തിരികൾ തെളിച്ച കന്യാമണികൾ ും ആദരപൂർവ്വം
നിൽക്കുന്നു. പരിശുദ്ധന്മാർ ആകാശത്തിൻ മണിവാതിൽക്കൽ നിലകൊള്ളുന്നു. കർത്താവേ, നിന്റെ ദാസന്റെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന ഖബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമുദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായി ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ ഖബറിടം നീ പവിത്രീകരിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും നിത്യപിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായേക്കും. സോഫാ കൊണ്ടെന്നെ നീ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിലെന്നെ കഴുകുക, ഞാൻ മണ്ണിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കുമാമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കരിമണപോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. സോപ്പണിനെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. ഇയാളെ ആശ്വസിക്കണമേ. നീ കഴുകുക, ഞാൻ മഞ്ഞേക്കാൾ വെണ്മയുള്ളവനാകും. ഈ കവരണം പവിത്രീകരിക്കണമേ. ശുദ്ധാത്മാവിന് സ്തുതി. സമർപ്പിക്കാം. ആദ്യം മുതൽ എന്നേക്കുമാമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ, നീ പൊടിയാക്കുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. അർപ്പിക്കാനുള്ള സമയം. പക്ഷെ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് താഴെ വർത്താനം പറയാനുള്ള ആളുകൾ മാറിപ്പോക്കണം. ബാക്കി പ്രാർത്ഥനയിൽ ഈ മരിച്ചു പോയിരിക്കുന്ന ആളോട് ബഹുമാനം കുടുംബാംഗങ്ങളുടെ സ്നേഹവും ഒക്കെ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുദ്ധാനം രക്ഷയുമയിലും നൽകുന്നു. ആകാശഭൂമിയിലാകുന്നു, ആകാശഭൂമി ഭൂവനം ഭാവകമല്ലോ കർത്താവേ. ജീവിക്കുന്ന അഭയം നൽകണമേ മൃതനായുസ്. ആനന്ദ കീർത്തനങ്ങൾ പാടും മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന് സന്തോഷത്തിലാനന്ദിക്കും കർത്താവേ. നിൻ ശോണിതവും ദിവ്യശരീരവും അറിയോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്ന് ചേർക്കണമേ. അവിടെ ആരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. ആദ്യമുള്ളവയെല്ലാം തെളിവായി എന്നുടെ നാദാതി തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാവൻ പാവങ്ങൾ നിരയായിട്ട് വിധിക്കല്ലേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാപുത്രൻ റൂഹായേ മൃതനാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദിമുറനീക്കുമാമേ സർവാധിപനാം കർത്താവേ. നിൻ സ്തുതി ഞങ്ങൾ പാടും. ഈശോ മിശിഹ ഞങ്ങളെ നിന്നെ നാമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ. ഞങ്ങളുടെ മധ്യശരീരങ്ങൾക്കുദ്ധാനം നീങ്ങുന്നു. നാഥാ, ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ.
പാപനിക്ക് പുറത്തിയോട് വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ നിരത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണം. മാലാഹമാരുടെ സ്വർഗ്ഗത്തിൽ അതിലുള്ളവരോ നാഥനു പുകൾ പാടും. ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയരുതകിലേശൻ പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താതനുമേവം സുതനും റൂഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങളണയ്ക്കുന്നു. ആദ്യം മുതൽ എന്നേക്കും ഈശോനാഥ, മരണവും ഉയിരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. സത്യവിശ്വാസത്തോടുകൂടെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇവരെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുവാനാകട്ടെ. ആമേൻ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹ അവരോടുകൂടെ ഇയാളെയും തന്റെ വലത്ത് ഭാഗത്ത് നിർത്തുമാറാകട്ടെ. ആമേൻ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിളയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമുടെ വിലപിക്കരുതേ. സ്ഫുടമായി കേൾക്കാം പുനരുത്ഥാനം, നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൻ തിരുസന്ദേശം. വാഗ്ദാനങ്ങൾ തിങ്ങി മുഴങ്ങും കാഹളനാദം ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും. തിരുലിഖിതങ്ങൾ വായിച്ചവതൻ വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും കഴിവില്ലേതും. സ്ത്രീ പുരുഷന്മാരന്തരമിയലാദുസ്ഥാനത്തിൽ സ്വർഗം തന്നിൽ ദൂതർ കണക്കെ രാജിക്കുന്നു. മൃതനായി മിശിഹ മൂന്നാം ദിവസം ജീവൻ നേടി. ഭീകരമൃതിതൻ ചങ്ങലയേവം പൊട്ടിനുറുങ്ങി. മൃതിയുടെ കൊടുതാം കോട്ടകളെല്ലാം തട്ടി നിരത്തി നാഥൻ നവമായുത്ഥാനത്തിൻ പാത തുറന്നു. സ്വർഗമണഞ്ഞോരസുതനിനിയും ജയലാളിതനായി വരുമീധരയിൽ കുരിശിൻ പ്രഭയാൽ പരിവേഷ്ടിതനായി. ആകാശത്തിൽ ദൂതന്മാരും ധരമേൽ നരരും അക്ഷമരായി നിന്ന
ആഗമ ദിവസം പാർത്തു കഴിപ്പൂ. വീട്ടജമാനൻ പ്രതിഫലമേകാൻ എത്തും ദിവസം വേഗം പുലരാൻ പ്രത്യഗണങ്ങൾ നോക്കിയിരിപ്പൂ. മണവാളൻ വന്നെത്തും നേരം മണവറ ചേരാൻ തിരികൾ തെളിച്ച കന്യാമണികൾ കാത്തു കഴിപ്പൂ. നിശ്ചഞ്ചലരായി ദൂതന്മാരും തിരുസന്നിധിയിൽ ആദരപൂർവം കാഹളമൂതാൻ അണി നിൽക്കുന്നു. ഓശാനകളാൽ എതിരേൽപ്പതിനായി പരിശുദ്ധന്മാർ ആകാശത്തിൻ മണിവാതിൽക്കൽ നിലകൊള്ളുന്നു. മരണത്താലേ വിജയമണിഞ്ഞോരുന്നത നൃപനായി പരിമളമുതിരും പുഷ്പകിരീടം നിർമ്മിക്കുന്നു. സുഹൃതസുമങ്ങൾ ചാർത്തിയൊരുങ്ങി സമലം കൃതരായി വരുവിൻ വരുവിൻ നൃപനേ മുറപ്പൂ എതിരേൽപ്പതിനാ. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങും. എന്നരുടെ ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്റെ വലത്ത് ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന് ന്യായാസനത്തിങ്കൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ.